ഹലോ. ഹലോ, പറയൂ. ആ ആ, രമേശൻ സ്വാമി, ഞാൻ സ്വരാജാണ് ആ, മനസ്സിലായി, പറഞ്ഞോളൂ. പിന്നെ സ്വാമി, പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് വിളക്ക് കത്തിച്ചിട്ടാണ് അത് ചെയ്യുന്നെങ്കിൽ അത് എത്ര നേരം അത് കത്തിച്ചോ? ഞാൻ അതിന് വോയിസ് ഇട്ടുണ്ടായിരുന്നല്ലോ, താങ്കൾ കേട്ടില്ല? ആ, കേട്ടിന്. അല്ല, അതിപ്പോ നമ്മളെ ജപം കഴിഞ്ഞതിന് ശേഷം അത് കെടുത്തുന്നതിന് പ്രശ്നമില്ല. അതായത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദൈവങ്ങൾ നിങ്ങളെ ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനുള്ളതാണെന്ന് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ എന്ത് ചെയ്യണോ, അയ്യോ ആള് വിളക്ക് കത്തിച്ചില്ല, അല്ലെങ്കിൽ ആൾ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കാരണം കണ്ടുപിടിക്കാനായിട്ട് മനുഷ്യനല്ല ദൈവം. നമ്മൾ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല, അയ്യോ അത് ഇന്നത് കൊണ്ടാണ്, ഞാൻ കുളിച്ചില്ല അതുകൊണ്ടാണ് ജപിക്കാഞ്ഞ്, അല്ലെങ്കിൽ അതുകൊണ്ടാണ്, ഇതൊന്നും അന്വേഷിക്കാനല്ല ദൈവം ഇരിക്കുന്നത്. നിങ്ങൾ വിളിക്കുന്ന അല്ല ഞാൻ പറയണത്, നിങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിൽ വിളി കേൾക്കാനും നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി തീർത്ത് തരാനാണ് ഭഗവാൻ. മനസ്സിലായി? അത് ആദ്യം തന്നെ മനസ്സിലാക്കുക. അവിടെ വിളക്ക് കത്തിക്കണം എന്ന് നിർബന്ധമില്ല. അവിടെ ജപിക്കുമ്പോൾ നിങ്ങൾ ഇനി അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ ഇതൊന്നും അവിടെ നിർബന്ധമല്ല. മനസ്സിന്റെ ശുദ്ധിയാണ് ജപം. ആ നാണയം മറ്റേ അത് അവിടെ തന്നെ വെക്കണമെന്നല്ലേ? അത് അങ്ങനെയൊന്നുമില്ല, ഭണ്ണാരത്തിൽ ഇടാനുള്ളതൊന്നല്ല. ഒരു നാണയം എന്ന് പറയുന്നത് വിഗ്രഹ സാങ്കല്പമാണ്. അതൊക്കെ ഞാൻ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു നാണയം എന്ന് പറയണത്, ആ നാണയം ഭഗവാന്റെ സാങ്കല്പമാണ്. ഭഗവാൻ നമ്മുടെ കൂടെ ഉള്ളതിന് തുല്യമാണ്. ലാലൂര് ദേവസ്ഥാന മൂർത്തികളുടെ പ്രത്യേകത തന്നെ ഞാൻ ഒരുപാട് തവണ പറയാറുണ്ട്. അതും ഈ ഒരു എന്താണ് പറയാ, മറ്റുള്ള ക്ഷേത്രങ്ങളിലെ പോലെയല്ല. അതായത് ഇവിടുത്തെ ഭഗവാൻ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ നാണയത്തിലേക്ക് സ്വാമിയെ ജപിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ വന്ന് നിന്ന് നിങ്ങളുടെ കാര്യങ്ങൾ നടത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ ഉപമൂർത്തികളെ കുടിയിരുത്തിയിട്ടുള്ളത്. മനസ്സിലായ? അപ്പൊ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ തരാനാണ് സ്വാമി ഉള്ളത്. ഇത് ഞാൻ ഒരുപാട് തവണ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ താങ്കളെ ഒന്നുമില്ല, അത് ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ ഞാൻ പറയാറുണ്ട്, എല്ലാവരും വീഡിയോ കൃത്യമായിട്ട് കാണാറില്ല, കേൾക്കാറില്ല. അതാണ് സംഭവം. അതായത് ഭഗവാൻ നിങ്ങളുടെ ആവശ്യങ്ങൾ തീർത്തു തരും, നിങ്ങൾ കൃത്യമായിട്ട് ജപിക്കുക. അത് മനസ്സിലായി സ്വാമി. അന്നേരം നമ്മൾ തന്നെ കയ്യിൽ വെക്കുക വേണം. അത് നാണയം കയ്യിൽ വെക്കണ്ടേ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നാണയം എന്ന് പറയുന്നത് ഇവിടുത്തെ സ്വാമിയുടെ സാങ്കല്പമാണ്. അത് കൂടെ കൊണ്ട് നടക്കണോ, അത് എവിടെയെങ്കിലും വെക്കണോ, പൂജാമുറിയിൽ വെക്കണോ, അതൊക്കെ നിങ്ങളുടെ താല്പര്യങ്ങളാണ്. ഞാൻ എൻ്റെ കൂടെ ഭഗവാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഭഗവാനെ വിടുമോ? ഞാൻ വിടില്ല. അതുപോലെ നിങ്ങൾ വിടണമെന്ന് ഞാൻ പറയൂല, വിടണ്ടെന്നും പറയില്ല. ഏതൊരു സ്ത്രീ ഗുരുവായൂരൊക്കെ വിഗ്രഹം കൊണ്ട് നടക്കണ കണ്ടോ? ആ അമ്മ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് അത് കൊണ്ട് നടക്കണേ? അത് അവരുടെ ആഗ്രഹമാണ്, അവരുടെ ആവശ്യമാണ്. ഞാൻ കണ്ടിട്ടില്ല അവരെ എങ്ങനെയാന്ന്, വീഡിയോ ഞാൻ മുഴുവൻ കണ്ടിട്ടുമില്ല. അത് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ ചില സ്ഥലത്ത് അവരുടെ ഫോട്ടോനെ കുറിച്ച് ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ്. ഭഗവാനെ എങ്ങനെ കൊണ്ട് നടക്കണം, എങ്ങനെ വിളിക്കണം എന്നുള്ളതൊക്കെ നിങ്ങളുടെയാണ്. നിങ്ങൾക്കുള്ള ഉപദേശം തരൽ മാത്രമാണ് എൻ്റെ കടമ. ഓക്കെ. അന്ന് കഴിഞ്ഞ കൊല്ലം നിങ്ങളുടെ മറ്റേ കരിങ്കുട്ടി സ്വാമി വിഷ്ണുമായന് കഴിഞ്ഞതിന്റെ ഒരു ഫോട്ടോ നിങ്ങൾ അന്ന് അയച്ചു തന്നിട്ടുണ്ടായിട്ട് സ്വാമി. അതൊക്കെ അയച്ചുതരാം കേട്ടോ. ഓക്കെ. എന്തെങ്കിലും വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? വേറെ അങ്ങനെ സംശയമൊന്നുമില്ല. ഇപ്പം കുറച്ച് ബോധ്യപ്പെട്ടു. അത് 1008 തവണയല്ലേ? അതും ഞാൻ വീഡിയോയിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. 1008 തവണ ജപിക്കണോ, 1008 തവണയാണോ, 108 തവണയാണോ എന്നുള്ളതൊക്കെ എന്ത് വേണം, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്. ചിലർ ചോദിക്കും ജപം നിർത്തിക്കൂടെ എന്ന്. അതിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ നൽകിയിട്ടുണ്ട്. ഒരാൾക്ക് ജപം നിർത്തിയപ്പോൾ അതിനാൾക്കുള്ള ഗുണങ്ങൾ നിന്നു. ഒരു പ്രത്യേക ഒരു കാര്യങ്ങളൊക്കെ സാധിക്കാനാണെങ്കിൽ 21 ദിവസം വീതം അങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾ എന്നും ജപിക്കുമ്പോൾ ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഭഗവാൻ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും. അല്ലാണ്ട് ഇവിടെ അത്ഭുത പ്രവൃത്തികളൊന്നും നടത്തുന്നില്ല. ഞാൻ പറയണത്, ഇയാളെ പേര് സ്വരാജ്. സ്വരാജിന് ഞാൻ പറയണത് മനസ്സിലായ? ഞാനിവിടെ അത്ഭുതങ്ങളൊന്നും നടത്തുന്നില്ല. ഞാൻ മാന്ത്രികോ അല്ലെങ്കിൽ എന്താ പറയാ മാജിക് ഒന്നും കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ഞാൻ ഉപാസിക്കാനുള്ള കാര്യങ്ങളും ജപിക്കാനുള്ള കാര്യങ്ങളും പറഞ്ഞു തരുന്നു. അത് കൃത്യമായിട്ട് നിങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഗുണങ്ങൾ ഉണ്ടാവണം. മനസ്സിലായി? അത് എൻ്റെ കഴിവല്ല, ഭഗവാന്റെ നിങ്ങളുടെ അവിശ്വാസത്തിന്റെ കഴിവാണ്. ഇതിന് തനിക്കുള്ള മറുപടിയായിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന്. അതായത് ഒരാള് ജപിച്ചുകൊണ്ടിരിക്കുന്നു, ആൾക്ക് അതിന്റെ ഗുണങ്ങൾ ഉണ്ടാവണം, ആൾ അതിനെ കിട്ടുന്നതിൽ ഒരു ഓഹരി ഇവിടേക്ക് അയച്ചുകൊണ്ടിരിക്കണം. ഒരു സുപ്രഭാതത്തിൽ ആള് വിളിച്ചു പറയണു ആൾക്ക് കാര്യങ്ങളില്ല. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ ജപം നിർത്തിയപ്പോ സ്വാമി കൊടുക്കണമെന്ന് നിർത്തി, അത്രേ ഉള്ളൂ.
ഓക്കെ, ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ഇനിയിപ്പം ഒറ്റ സംശയം, ഇപ്പൊ നമ്മുടെ അടുത്ത സംശയങ്ങൾ നിങ്ങൾ എന്തുണ്ടെങ്കിലും ചോദിച്ചോളൂ, ഞാൻ മറുപടി പറയുകയും ചെയ്യും. അതുപോലെ തന്നെ അത് സ്റ്റാറ്റസ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഞാൻ ഇടും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സംശയം മറ്റുള്ളവർക്കും ഗുണമാവും. ചിലപ്പോ എന്തെങ്കിലും കാര്യം നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തണ്ട. അതിപ്പോ അടുത്ത പ്രധാനപ്പെട്ട വഴിപാട് എന്താണ്? പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് സ്വാമിക്ക്? നിങ്ങളുടെ കാര്യം നടക്കുമ്പോ 10 ലക്ഷം രൂപയുടെ കാര്യം നടക്കുമ്പോൾ 1 രൂപ കൊടുത്തിട്ട് കാര്യമില്ല, 51 രൂപ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. 101 രൂപയുടെ കാര്യം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കാനും പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഭഗവാന് കൊടുക്കാൻ പറ്റുക അത് നിങ്ങൾ കൊടുക്കുക. അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. അതിന് നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട. ഭഗവാൻ നിങ്ങളെ ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമ്പോൾ അതിലൊരു ഓഹരി സ്വാമിക്ക് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ അത് കൊടുക്കുക. അല്ലാണ്ട് അതിന് ഇന്ന തന്നെ കൊടുക്കണം, കള്ള് തന്നെ കൊടുക്കണം, ബ്രാൻഡി തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത് അത് കൊടുക്കുക. ഓക്കെ, ഞാൻ അയച്ചുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ലാലൂർ ദേവസ്ഥാനമേ അഭയം, കരിനീയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം. ലാലൂർ ദേവസ്ഥാനമേ അഭയം.